ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രികളെല്ലാം ദൈവത്തിൻ്റെതായ കരവലയങ്ങളാൽ നമ്മളെ ഒരുത്തരും കാത്തുപരിവരിച്ചു. നല്ലൊരു പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നതായ ഓരോ അവസരവും ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതിനും ഈ ലോകമായിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്നും അകറ്റപ്പെടേണ്ടതിനും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ജീവിക്കേണ്ടതിനുള്ളതായ തയ്യാറെടുപ്പിനുമാകുന്നു എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കുക. ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ടതായ ഭാഗം എന്ന് പറയപ്പെടുന്നത് എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 17 മുതൽ 19 വാക്യത്തെ ആസ്പദമാക്കിയാണ്. അതിൻ്റെതായ ഹെഡിങ് ഇങ്ങനെ പറയപ്പെടുന്നത്: മരണമില്ലാത്ത ജീവിതത്തിനായി ഇപ്പോൾ ഒരുങ്ങുക എന്നതാകുന്നു. മരണമില്ലാത്ത ജീവിതത്തിനായി നാം ഓരോരുത്തരും ഒരുങ്ങാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം തൻ്റെ ഭക്തന്മാരിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നുണ്ട്. ആ വചനങ്ങൾ നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഈ ലോകമായിരിക്കുന്ന ചിന്തകളെ ഉപേക്ഷിച്ചിട്ട് ദൈവിക വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി ഹൃദയസ്ഥമാക്കണം എന്ന് ദൈവത്തിന് നമ്മെ ഓർപ്പെടുന്നുണ്ട്. എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വാക്യം ഇങ്ങനെ പ്രതിപാദിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവൻ്റെ ബലത്തിൽ നല്ല വല്ലഭത്വത്തിൻ്റെ പ്രകാശം നിങ്ങൾ നിറയപ്പെടേണ്ടതിനും നിങ്ങൾ ഈ ആത്മീയമായിരിക്കുന്ന സത്യങ്ങൾ അറിയേണ്ടതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടേതായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. വിശ്വാസത്തോടുകൂടെ അവർ ദൈവവചനങ്ങൾ അറിഞ്ഞ് ഈ ലോകത്തിന് അനുരൂപമായി നശിച്ചുപോകാതെ നിത്യജീവനിലേക്ക് അവർ എത്തപ്പെടേണ്ടതിന് ആ ദൈവീക വചനം അവരുടെ ഹൃദയങ്ങൾ നിറയപ്പെടേണ്ടതിനും അവരെ പരിപാലിക്കേണ്ടതിനും വേണ്ടിയുള്ളതായ പ്രാർത്ഥനയായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വചനം ആഴമായി പഠിക്കുന്നുവെങ്കിൽ, അത് വായിക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യുവാനോ ഈ ലോകത്തിന് അനുഭവം ജീവിക്കുവാനോ അല്ലെങ്കിൽ നശ്വരത്തിൽ അവർ അടിപ്പെട്ടു പോകാനോ ഇടയാകുകയില്ല. അവർ നിത്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് അതിനുവേണ്ടതായ ഒരു തയ്യാറെടുപ്പായിരിക്കും നമുക്ക് ദൃശ്യമാകുന്നത്. പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവിക മാർഗങ്ങൾ പിന്തുടരുക, അതിനാകുന്നു ദൈവത്തിൻ്റെ വചനം എന്ത് ഓർപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തിരുവെഴുത്തുകളെ പരിശോധിച്ച് അറിയാനുള്ള അവിടുത്തെ ആജ്ഞകളെ അനുസരിക്കുന്നവർ ഈ കാര്യങ്ങളിൽ അജ്ഞരാകുകയില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ ആരാഞ്ഞറിയുന്നവർ ഏത് കാര്യത്തിൽ അജ്ഞരാകുകയില്ല. സത്യവും അസത്യവും, ജീവനും മരണവും തമ്മിലുള്ളതായ വ്യത്യാസത്തെക്കുറിച്ചും അതിൽ നാം ഏതാകുന്നു തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ആ നന്മയുടെ അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതിനുള്ളതായ മാർഗങ്ങളെക്കുറിച്ചും നാം അജ്ഞരാകുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ബൈബിളിനെ വേണ്ടും വിധം പഠിച്ചിരുന്നുവെങ്കിൽ നാം ബുദ്ധിശക്തിയിൽ അഗ്രഗണ്യരായി തീരുകയും ദൈവിക കാര്യങ്ങൾ ചെയ്യുവാൻ, നീതി പ്രവൃത്തികൾ ചെയ്യുവാൻ, നന്മയുടെ വാക്താക്കളായിരിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ളതായ ആഗ്രഹം നാം നമ്മളിൽ വളർത്തി വചനങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടേതായ സമശിഷ്ടങ്ങളെയും സഹോദരങ്ങളെയും നാം അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങളെ അവർക്ക് പറഞ്ഞു. ദിവസവും നാം നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനങ്ങൾ പഠിപ്പിച്ചും പരസ്പരം ആത്മീയതയിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. മർത്യമായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും അമർത്യതയിലേക്ക് നമ്മെ നയിക്കുന്നതായ ആ ദൈവിക വചനങ്ങൾ നാം പഠിക്കേണ്ടിയിരിക്കുന്നുണ്ട്. മാറ്റമില്ലാത്തതായ വചനമാകുന്നു, മരണമില്ലാത്തതായ വചനമാകുന്നു. ആ വചനം നമ്മൾ ഹൃദയസ്ഥമാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ബൈബിളിനെ കൂടുതൽ വായിച്ചിരുന്നുവെങ്കിൽ, കൂടുതലായി അടുത്തറിഞ്ഞിരുന്നുവെങ്കിൽ സത്യാസത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നന്മത്തിന്മകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവിക ജ്ഞാനം നിങ്ങളിൽ നിറയപ്പെട്ട് നിങ്ങൾ പ്രകാശപൂർണരായി ഇരുന്നു കൊണ്ട് ആ നിത്യത്തിലേക്ക് നിങ്ങളെ തന്നെ നയിക്കപ്പെടാൻ കഴിയുമായിരുന്നു. ഒരു സത്യാന്വേഷിയായി ഈ മർത്യമായതിനെ ഉപേക്ഷിച്ച് അമർത്യത്തിലേക്ക്, നിത്യജീവിലേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ നയിക്കപ്പെടും. അതിലേക്കായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് ശോധന ചെയ്ത് ഹൃദയസ്ഥമാക്കി അതിനുവേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പ്രകാശപൂർണ്ണമായിരിക്കും. ദൈവം അതിനായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ,
മർത്യമായത് ഉപേക്ഷിച്ച് അമർത്യത്തിലേക്ക് എത്തപ്പെടേണ്ടതിന് മാറ്റമില്ലാത്ത അവിടുത്തെ വചനങ്ങൾ ആഴമായി പഠിച്ച് ജ്ഞാനമുള്ള മക്കളായി ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി നിലനിൽക്കുവാൻ ഓരോരുത്തരോടും അവിടുന്ന് കൃപ ചൊരിയുമാറാകണം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യമായിരിക്കുന്ന ശക്തിയാൽ അവിടുന്ന് പരിലാളനം ചെയ്യണം. വായിക്കുന്ന വചനങ്ങൾ മനസ്സിലാക്കാനുള്ളതായ ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ബുദ്ധിയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം. ആരും നശിച്ചുപോകാതെ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുത്തെ ബലമുള്ള ഭുജം നീട്ടി അവിടുന്ന് ഈ അന്ധകാരത്തിൽ നിന്നും അവരെ കരകയറ്റുകയും ചെയ്യുമാറാകണമേ. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.